നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിട്ട് നമുക്കറിയാം നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ട്. സ്വകാര്യ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ, പുറത്ത് പറയാൻ പറ്റാത്തതും മറ്റാരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നതുമായ വലിയ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഏറി വരുമ്പോൾ കൂടി വരുമ്പോൾ ഒരെണ്ണമൊക്കെ ആണെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യും, പൊതിഞ്ഞു പിടിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ ഒരു സാധനം തരുവാണ്, ഓക്കെ, വെള്ളം തന്നു, അത് കഴിഞ്ഞിട്ട് ഈ സാധനം തന്നു, 1-2 ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം. പിന്നെ അങ്ങോട്ട് കൂടെ നിങ്ങൾ വെച്ച് തന്നാൽ പിന്നെ എന്നെ ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ കുറച്ച് താഴെ പോവും, കുറച്ച് പുറത്തേക്ക് ഇറങ്ങും, അല്ലേ എന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഏറാൻ തുടങ്ങും. എന്നെ ചെയ്യും? കടബാധ്യതയാണ് പ്രശ്നം എന്ന് വിചാരിക്കുക, സാമ്പത്തിക പ്രശ്നമാണെന്ന് വിചാരിക്കുക. ആ പ്രശ്നത്തിൻ്റെ നടുക്ക് താണ്ടെ വീട്ടിൽ വേറെ ആൾക്ക് രോഗവും കൂടി വന്നു, ക്യാൻസർ രോഗവും കൂടി വന്നു. ഓൾറെഡി പട്ടിണിയും ദാരിദ്ര്യമാണ്, ലക്ഷക്കണക്കിന് ബാധ്യതയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ കിടക്കുന്ന വാടക വീട്ടിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഭവനമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ വാടക കൊടുക്കണം. പിള്ളേരുടെ പഠനത്തിൽ എന്താണ് ക്ലാസ് തുറക്കാൻ പോകുന്നത്, അപ്പോൾ അവർക്കുള്ള കാശുണ്ടാക്കണം. ഇങ്ങനെ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് കൂടാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ വല്ലാതെ അങ്ങോട്ട് തിങ്ങാൻ തുടങ്ങും, വല്ലാതെ ഭാരം ഉണ്ടാകാൻ തുടങ്ങും, വല്ലാതെ പ്രതിസന്ധി ഉണ്ടാകുന്നു. അപ്പോൾ ചിലപ്പോൾ ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ സഹായഹസ്തം നീട്ടിയാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ അവരോട് എല്ലാവരോടും പറയാൻ പറ്റും. ഹല്ലേലൂയ. കുറച്ച് സാമ്പത്തിക പ്രശ്നം മാത്രമാണെങ്കിൽ നമുക്ക് കൈ നീട്ടാൻ പറ്റും. കുടുംബ പ്രശ്നമാണെങ്കിലോ, മക്കളുടെ പ്രശ്നങ്ങളാണെങ്കിലോ, നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തൊരു വിഷയമാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ഭൗതിക പ്രശ്നത്തിൻ്റെയോടൊപ്പം ഒരു മനസ്സിനെ തളർത്തുന്ന പ്രശ്നങ്ങളും ആത്മീയ പ്രശ്നങ്ങളൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, സമ്മർദ്ദമേറി വരുമ്പോൾ, മനുഷ്യൻ്റെ സഹായം കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ആ സഹായം അത് നമ്മൾ പറയല്ലേ അത് പരിഹാര വിഷയമല്ലാത്തൊരവസ്ഥ വരുമ്പോൾ, ദൈവം സഹായിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയരട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകും, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ അങ്ങോട്ട് വല്ലാതെ നമ്മൾ പറയില്ലേ പിടിച്ചുലയ്ക്കപ്പെടുന്ന അനുഭവം. പക്ഷേ അവിടെയും നമ്മൾ ജീവിച്ചിരുന്നതിന് കാരണം, അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്തേനെ. എത്ര പേരാ വെച്ചാൽ ഞങ്ങൾ പണ്ടേക്ക് ആത്മഹത്യ ചെയ്തേനെ. പണ്ട് ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ അന്നൊരു വചനം കേട്ടതുകൊണ്ടും ധ്യാനം കൂടാൻ പോയതുകൊണ്ടും ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മീയമായിട്ട് ഇങ്ങനെ ഗൈഡ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉള്ളത് കൊണ്ടും ഒക്കെ ഞങ്ങൾ ഇത് ജീവിച്ചിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പണ്ടേ ഞങ്ങൾ ആത്മഹത്യ ചെയ്തേനെ, ജീവിതം അവസാനിപ്പിച്ചേനെന്ന്. സങ്കീർത്തകൻ പറയാണ്, ദൈവമേ നീ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ പണ്ടേ ഞാൻ മൂഢതയുടെ ദേശത്തെത്തും. ഇതാണ് സങ്കീർത്തകൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സങ്കീർത്തകൻ എത്രമാത്രം സങ്കടങ്ങളിലൂടെയും സങ്കീർണമായ സങ്കടാനുഭവങ്ങളിലൂടെയും സങ്കീർത്തകൻ കടന്നു പോയിട്ടുണ്ട്. ആ അനുഭവങ്ങളിൽ ദൈവം സങ്കീർത്തകനെ സഹായിച്ചു എന്നുള്ളതാണ് സങ്കീർത്തകൻ ഏറ്റുപറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ സഹായം തേടണ്ട എന്നല്ല പറയുന്നത്. മനുഷ്യൻ സഹായിക്കാനുള്ള സാധ്യതകളുള്ളത് നമുക്ക് അന്വേഷിക്കാം. പക്ഷേ ആത്യന്തികമായി ദൈവിക സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് തരുന്ന സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്. നമ്മൾ മനുഷ്യൻ്റെ സഹായം മാത്രം തേടി നടന്നിട്ട് അവസാനം കർത്താവിൻ്റെ സഹായം തേടാതിരുന്നാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തലയിലെടുത്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ സാധനം എൻ്റെ തലയിലെടുത്ത് വയ്ക്കാൻ പറഞ്ഞാൽ 10 മിനിറ്റ് വയ്ക്കാൻ പറ്റുമായിരിക്കും മാക്സിമം. അത്ര പോലും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നല്ല വെയിറ്റുള്ള സാധനം. ഇവർ 2 പേര് പൊക്കി അങ്ങോട്ട് തള്ളി നീക്കുന്നത് കണ്ടില്ലേ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാതെ, കാരണം എനിക്ക് എടുക്കാൻ പറ്റാവുന്നതിനുപരി ഭാരമാണ്. അപ്പം അങ്ങനെ ഒരു ഭാരം ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രതി നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും സഹായം വേണം, അല്ലേ? ആരുടെയെങ്കിലും സഹായം വേണം. അതുകൊണ്ടാണ് 121 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു.
ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നമ്മൾ ചില സമയത്ത് ചോദിക്കാറില്ല, അച്ഛാ ആര് സഹായിക്കാനാ അച്ഛാ? അച്ഛാ ആരുമില്ല അച്ഛാ സഹായിക്കാൻ. രാവിലെ മുതൽ ഇവിടെ ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ കാണാൻ പറ്റും ആൾക്കാർ ഇങ്ങനെ പല പല സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ചില സമയത്തൊക്കെ നമുക്ക് കൊടുക്കുന്നതിനും അല്ലേ, എല്ലാം നമ്മളിവിടെ പ്രായമായ മാതാപിതാക്കൾ ഇവിടെ കുറേ പേര് നോക്കുന്നുണ്ട്. അവരുടെ മെഡിക്കേഷൻ മുതൽ അവരുടെ സാഹചര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ ഈ മെഡിക്കൽ, അപ്പോൾ നമ്മൾ പറയും നമുക്ക് എല്ലാം തരാൻ പറ്റില്ല, എന്നാലും വേണമെങ്കിൽ 1 മാസത്തെ മരുന്ന് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് നമ്മളവിടെ മെഡിക്കൽ ഷോപ്പിലേക്ക് എഴുതി റെഫർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് മാസം നമ്മൾ പേ ചെയ്യും. അപ്പോൾ ചില പറഞ്ഞു, അച്ഛാ അത് പറ്റില്ല അച്ഛാ, ഞങ്ങൾക്ക് നമ്മുടെ 1 മാസത്തെ മരുന്നുകൊണ്ട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യും. പറയും, അച്ഛൻ ഞങ്ങളെ ആരും സഹായിക്കാനില്ല. അവർ പറയുന്ന കാര്യമാണ്, അച്ഛൻ ഞങ്ങളെ ആരുമില്ല അച്ഛൻ സഹായിക്കാൻ. ഞങ്ങൾ എവിടെയൊക്കെ പോയിന്ന് അച്ഛൻ അറിയാവോ? ആരുടെയൊക്കെ മുമ്പിൽ കൈനീട്ടിന്ന് അറിയാവോ? അച്ഛനെങ്കിലും ഞാൻ തരണോ അച്ഛൻ, ഉപേക്ഷിക്കരുത് അച്ഛൻ എന്ന് പറയാം. അപ്പം എന്നെ ചെയ്യാൻ പറ്റും? അതായത് ആര് സഹായിക്കാനില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടല്ലോ, വല്ലാത്ത നിസ്സഹായ അവസ്ഥയാണ്, വല്ലാതൊരു ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നിട്ട് അടുത്ത വചനം പറയാണ്, സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുകയാണ്, 2-ാമത്തെ വചനം, എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇത് നമ്മൾ പറയല്ലോ, ഒരു ബലം നമുക്ക് കിട്ടും. അതുകൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് സഹായം വരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത്ര ബലമുള്ളവൻ, അത്ര കണ്ട് എന്നെ സഹായിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കാരണം എന്താ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചൊരു ദൈവം, ലോകത്തെ പരിപാലിക്കുന്ന ദൈവം, കൈപിടിച്ച് നടത്തുന്ന ദൈവം, തൻ്റെ സ്നേഹത്തിൽ നമ്മെ വീണ്ടെടുത്ത ദൈവം. എന്നിട്ട് സങ്കീർത്തകൻ പറയാണ്, എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അടുത്ത വചനം പറയാണ്, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ. നമ്മളൊക്കെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവരൊക്കെ ഇപ്പോഴേ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു, ഉറക്കം തൂങ്ങും. പക്ഷെ വചനം പറയുന്നതാണ്, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കിപ്പോഴും പല കാര്യങ്ങളും പ്രതിയുണ്ടല്ലോ. ചില സമയത്ത് നമുക്ക് രാത്രി കിടക്കുമ്പോൾ അയ്യോ, പിറ്റേ ദിവസത്തിൻ്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പല ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇതിൻ്റെ ആലോചനയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഫോണിലൂടെയൊക്കെ പലരെ കോൺടാക്ട് ചെയ്യും, ഓഡിയോ ഒക്കെ അയച്ചിടും. നമുക്ക് പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരിക്കും. അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പാട്ടുകാരനില്ലായിരിക്കും, ചിലപ്പോൾ കൺവെൻറ്റ് ശുശ്രൂഷയുടെ എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ മൊബൈൽ നോക്കുമ്പോൾ അതിനുള്ള പരിഹാരം അതിനകത്തുണ്ടാവും. രാത്രിയുടെ യാമങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ സുഖമായിട്ട് ഉറങ്ങുവാണ്. ചില വിഷയങ്ങളെ പ്രതി നമ്മൾ ഭാരപ്പെട്ടോ അതേക്കുറിച്ച് ആഗ്രഹിച്ചോ ആലോചിച്ചോ ഒക്കെ രാത്രിയുടെ യാമങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം ദൈവം അത്ഭുതകരമായി ആ വിഷയങ്ങൾക്ക് വേണ്ട പരിഹാരം ഉത്തരവും ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവ് നമ്മെ സഹായിക്കും. ഈ ദൈവം നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ ദൈവത്തിൻ്റെ സഹായം കിട്ടുന്നത്. ഒന്ന്, ഈ കർത്താവിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാനും കടന്നു പോകുന്ന കഠിനമേറിയ ദുഃഖത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട്, ദൈവമേ ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഒരു ആത്മാവ് പറയുന്നിടത്ത് സ്വർഗത്തിൽ ദൂതനിറങ്ങും സഹായിക്കാൻ. ഹല്ലേലൂയ. ഒന്നിനുണ്ടെന്നുള്ള നിരവധിയായ അനുഭവങ്ങളിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ദൈവം അതുപോലെ ദൂതന്മാരെ നമുക്ക് വേണ്ടി ഇറക്കി, നമുക്ക് മുമ്പേ ഇറക്കി, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലടികളെയും സഹായഹസ്തം വേണ്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ.
അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ ഒന്നിനെക്കുറിച്ച് പരാതി പറയാറില്ല. പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അയ്യോ കർത്താവ് എനിക്ക് അത് തന്നില്ല, കർത്താവ് എനിക്കിത് തന്നില്ല. ഒന്നുമില്ല. ദൈവം നമുക്ക് വേണ്ടത് ദൈവം തക്ക സമയത്ത് തരും. പക്ഷേ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ, പറഞ്ഞതുപോലെ, കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് പറയുമ്പോൾ ഈ ചങ്കിൽ എഴുതിയിട്ടിട്ട് പറയണം, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് എന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചിലർ ചോദിക്കും, അച്ഛാ കർത്താവ് നേരിട്ടിറങ്ങി വന്ന് സഹായിക്കുമെന്ന് ചോദിക്കും. ചിലർ ചോദിക്കും, അച്ഛാ കർത്താവ് ഇങ്ങനെ നേരിട്ടിറങ്ങി വരുമെന്ന് ചോദിക്കും. കർത്താവ് നേരിട്ടിറങ്ങി വരുമോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ചിലപ്പോൾ മറ്റാരിലൂടെയെങ്കിലും ആയിരിക്കും, സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ തളർന്നിരിക്കുന്ന മനസ്സിനെ കർത്താവിൻ്റെ വചനത്തിന് ബലപ്പെടുത്താൻ പറ്റും. അത് നേരിട്ടിറങ്ങി വരുന്നല്ലേ. രോഗമുള്ള നിന്റെ ശരീരത്തിലേക്ക് അവൻ പരിശുദ്ധ കുർബാനായി ഇറങ്ങി വരും. നേരിട്ടിറങ്ങി വരുന്നല്ലേ സുഖപ്പെടുത്താൻ. എത്രയോ പേർക്ക് ഈ ആലയത്തിൽ സൗഖ്യം കിട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്രയോ പേര് ഈ ആലയത്തിൽ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാ. ഹല്ലേലൂയ. ഞാൻ കണ്ടതിലും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. ഞാനിവിടെ വന്നിട്ട് 14 വർഷമായി. ഞാൻ വന്നിട്ട് 14 വർഷമേ ആയുള്ളൂ. അതിന് മുമ്പേ വരാൻ തുടങ്ങിയവർ ഇതിൻ്റെ തിരുപ്പുണ്ട് ഇല്ലേ? ഒന്ന് കൈവക്കിക്കേ. ആ കൈവക്കിക്കേ, നന്നായിട്ട് നോക്കി. കണ്ടോ ദൂരം പേരാന്ന് നോക്കിക്കേ. അപ്പൊ എന്നേക്കാളും കൂടുതൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. വചനത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് മക്കളെ ഓർത്തൊക്കെ ചില ഭാരം വരും. ജീവിത പങ്കാളി ഓർത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നമ്മുടെയോ കുടുംബാംഗങ്ങളുടെയോ മക്കളുടെയോ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ആ സമയത്ത് തകർന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ നമുക്കൊരു ദൈവമുള്ളേ. നമ്മൾ തകർന്നു പോകാതിരിക്കാനാണല്ലോ ഈ കുരിശിലേക്ക് നോക്കിക്കേ. ഇവൻ തകർക്കപ്പെട്ടത് നമ്മൾ തകരാതിരിക്കാനാണ് അവൻ തകർക്കപ്പെട്ടത്. ഹല്ലേലൂയ. യേശു എന്തിനാണ് തകർക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ നാം തകരാതിരിക്കാനാണ്. അവൻ മുറിവേറ്റത് എന്തിനാ? നാം സുഖപ്പെടാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശയ്യ ആ സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ രോഗം വരുമ്പോൾ പറയുന്ന വചനം ഇതാണ്. യേശയ്യ 53:5 അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കണ്ടോ, കർത്താവ് നേരിട്ട് ഇറങ്ങി വരുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. അവൻ വചനം അയച്ച് സൗഖ്യം തരുന്നുണ്ട്. അവൻ തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകി സൗഖ്യം തരുന്നുണ്ട്. അവൻ തൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം കൊണ്ട് അവൻ നമ്മെ പരിപാലിച്ച് നടത്തുന്നുണ്ട്. അവൻ്റെ രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി ഉറങ്ങാതെ കർത്താവ് നമുക്ക് വേണ്ടി കാവൽ നിന്ന് നമ്മെ സംരക്ഷിച്ച് നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ സങ്കീർത്തകനോട് ചേർന്ന് പറയേണ്ടതും നിരന്തര ഹൃദയം കൊണ്ട്, ദൈവമേ നീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മൂഢതയുടെ ദേശത്ത്. സത്യമാണ്, അനേകരുടെ ജീവിതത്തിൽ സത്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശത്രു അത്ര കണ്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് സങ്കീർത്തകൻ പറയാണ്, നിന്റെ കാൽവഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. എന്തുകൊണ്ടാണ്? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്നെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിന്ന് വലതു ഭാഗത്തുണ്ട്. കർത്താവ് നമുക്ക് കാവലായും കർത്താവ് നമുക്ക് സഹായകനായും മാറിയാൽ തീരാനുള്ള പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതം, അത് എല്ലാ സമയവും അങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ മക്കൾ അസ്വസ്ഥരാകുമ്പോൾ മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ നമുക്ക് സ്വകാര്യ ജീവിതത്തിൻ്റെ മേൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ മനസ്സ് മടുത്തത് കൊണ്ടോ നിരാശപ്പെട്ടത് കൊണ്ടോ ആത്മഹത്യയെ ചിന്തിച്ചുകൊണ്ടും ഒരു പ്രശ്നം മാറുന്നില്ല. ഇപ്പോൾ പരിഹരിക്കപ്പെടാത്തൊരു മാർഗം നമ്മൾ സ്വീകരിച്ചതുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കപ്പെടും? ഇന്ന് അനേകരെ പിശാച് വഞ്ചിക്കുന്നൊരു മേഖലയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രശ്നത്തിനുള്ള ആത്യന്തികമായ പരിഹാര മാർഗം എന്തെന്നല്ലേ നമ്മൾ അന്വേഷിക്കുന്നത്.
ഇനി നമുക്ക് പരിഹരിക്കാൻ പറ്റില്ലേ? മറ്റാരുടെയെങ്കിലും സഹായം തേടും. ഒരു മനുഷ്യന് സഹായിക്കാൻ പറ്റില്ലേ? നമുക്ക് ദൈവം ഉണ്ടല്ലോ. ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ലേ? പിശാച് കൊടുക്കുന്ന ചിന്ത എന്നറിയോ? നിന്നെ സഹായിക്കാൻ ആരുമില്ല, നിന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഭൂമിക്ക് ഭാരമാണ്, നീ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഇതടുത്ത ചിന്ത മനസ്സിലേക്ക് വരുന്നത്. മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, 10-31 വയസ്സായി. അമ്മയപ്പനും നിരന്തരം ഇതിനു വേണ്ടി പള്ളികളും ദേവാലയങ്ങളും എല്ലാം കയറി ഇറങ്ങി നിറങ്ങി നടക്കുക. എന്നിട്ട് ഈ മാതാപിതാക്കൾ കൂടുതൽ സിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക. മകനെ ഓർത്തിട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഉറക്കമില്ല, പ്രായം പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. അവരെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന് അവൻ പറയുന്നത്. എനിക്കിപ്പോൾ ഇതൊക്കെ സുഖമാണ്, കാരണം അത്യാവശ്യമൊക്കെ ശമ്പളമൊക്കെ കയ്യിലുണ്ട്, അടിച്ച് പൊളിക്കുക, ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ആയിട്ട് പോകും. അതുകൊണ്ട് അവനിപ്പോൾ കല്യാണം കൊണ്ട് വേണ്ടതാണ്. പറഞ്ഞാൽ അച്ഛനൊന്ന് പറ, 31 വയസ്സവരെ ഞാൻ അവൻ്റെ അടുത്ത് പറയണം കല്യാണം കഴിക്കാൻ. ഈ അപ്പനമ്മ ഇത്രയും നാൾ പറഞ്ഞിട്ട് അവൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ അവനിപ്പോൾ അച്ഛൻ പറഞ്ഞതല്ലേ നാളെ ഒരു പെണ്ണിനെ കൊണ്ടുപോയി കെട്ടിക്കൊള്ളാൻ പറയോ? പിന്നെ ഇപ്പോൾ പറയും. ഈ മാതാപിതാക്കൾ കരഞ്ഞു നിലവിളിച്ച് എനിക്ക് അവരെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഭാരം തോന്നി. അവർക്ക് ഭാരമാണത്, അല്ലെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷെ ആ ഭാരം അവരെടുത്തു കഴിഞ്ഞാൽ, അവരുടെ ഉള്ളിൽ വിഷയമായിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും? ഓർക്കുമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, വല്ലാത്തൊരവസ്ഥ. മാനസികവും വൈകാരികവുമായിട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളെക്കുറിച്ച് അതിനുള്ള പരിഹാര മാർഗം നമ്മൾ ആകുലപ്പെടുന്നതല്ല, നിരാശപ്പെടുന്നതല്ല, അതിൻ്റെ മീത് അമിതമായ സമ്മർദ്ദം നമ്മുടെ മേൽ കൊണ്ടുവരുന്നതൊന്നും ഈ വിഷയത്തെ ഒരിക്കലും പരിഹരിക്കില്ല എന്ന് നമ്മൾ അറിയണം. ഇതൊരു സ്പിരിച്വൽ അവയർനെസ് ആണ്, ഒരു ആത്മീയ അറിവാണത്. അത് നമുക്ക് കിട്ടണം. ഈ അറിവിൽ നിന്ന് പിശാച് നമ്മുടെ മനസ്സിനെ അടച്ചു കളയും. അതടഞ്ഞു പോകുന്നതുകൊണ്ടാണ് അനേകർ ഇരുട്ടിലേക്ക് പോകുന്നത്. വഴി അറിഞ്ഞൂടെ. പിന്നെ ഇരുട്ടിൽ പോയി കഴിഞ്ഞാൽ, ഇരുട്ടിലായി കഴിഞ്ഞാൽ പിന്നെ അവന് വഴി അറിയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല, കാരണം ഇരുട്ടിലാണ്. ഈ പ്രകാശം അടച്ചു കളഞ്ഞു. സുവിശേഷത്തിൻ്റെ പ്രകാശം, ക്രിസ്തുവിൻ്റെ പ്രകാശം അവർക്ക് ലഭ്യമല്ല എന്ന് വചനം പറയുന്നു. 2 കൊരിന്തോസ് 4:4 വചനം പറയുന്നതല്ല, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ മനുഷ്യൻ്റെ മനസ്സുകളെ അന്ധമാക്കി, ബ്ലൈൻഡഡ്, അവരുടെ മനസ്സിനെ അടച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ, ബ്ലൈൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ലഭ്യമല്ല. കാണാൻ പ്രകാശമില്ല, അന്ധകാരത്തിലാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഏതാണ് വഴി, ഏതാണ് പരിഹാര മാർഗം ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും. എവിടെ ചെന്നാൽ ഇതിനൊരു പരിഹാരം കിട്ടും വെച്ചോ, ആരെ കണ്ട ഒരു പരിഹാരം കിട്ടും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടൊക്കെ ഓടുന്നതെന്ന് ഒരു പിടുത്തമില്ല. സത്യക്രിസ്ത്യാനികളാണ് ഓടുന്നത്. ജാതകമൊക്കെ എഴുതിപ്പിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. ധ്യാനം കൂടിയാൽ നന്നാവെന്നറിയാൻ വേണ്ടി ജാതകം എടുത്തു ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എവിടെയൊക്കെ ഓടുന്നത്. അപ്പോഴൊരാൾ പറഞ്ഞു, അത് ഓട്ടം നിങ്ങൾ നിർത്ത്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ ആ ടോയ്ലറ്റ് ഉണ്ടല്ലോ അതോട് തല്ലിപ്പൊളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓട്ടം നിർത്തി ടോയ്ലറ്റ് പൊളിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടി ഓട്ടം നിർത്തിയിട്ട് അവസാനത്തെ ആൾ ഓട്ടം നിർത്തിയിട്ട് തല്ലിപ്പൊളിക്കാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഓട്ടം നിർത്തി ഒരു തല്ലിപ്പൊളി തുടങ്ങി. ടോയ്ലറ്റ് പൊളിച്ചു, അപ്പുറത്ത് പൊളിച്ചു, എല്ലാം പൊളിച്ചു. എന്നിട്ട് ഇപ്പം എന്തായി, ഇപ്പം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പരിഹാരം മാറാൻ അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മളെവിടെയും വരെ ഓടും. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മനുഷ്യന് പറ്റുമോ? ഹല്ലേലൂയ. മനുഷ്യനെ അവന് സ്വയം രക്ഷിക്കാൻ അവന് സാധ്യമായിരുന്നെങ്കിൽ പിതാവായ ദൈവം സ്വന്തം പുത്രനെ നൽകി നമുക്ക് വേണ്ട രക്ഷ സാധ്യമാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു കുഴിയിൽ വീണുപോയ ഒരുവന് അവൻ അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എങ്കിൽ അവൻ അപരൻ്റെ സഹായം കൂടിയേ തീരൂ രക്ഷപ്പെടണമെങ്കിൽ. ഞാനവിടെ കിടന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാതൊന്നുമില്ല. അവൻ അവിടെ തന്നെ കിടക്കുള്ളൂ ചാകുന്നവരെ. നിങ്ങൾ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥിക്കാനൊരു വചനമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾക്കറിയാവുന്ന വചനമാണ്. പോരട്ടെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം മറ്റേ പറയുന്ന പോലെ ഒരു ക്ലൂ തരാം. 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല.
ഈ വചനം ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം പേർ, നമുക്ക് എത്രയോ മെൻ്റൽ ഹോസ്പിറ്റലുകൾ ക്ലോസ് ചെയ്യായിരുന്നു. എന്തോരം പേരാണെന്നറിയാമോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമെ എല്ലാം ഓക്കെയാണ്, ഡിപ്രഷൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഉറക്കമില്ലാത്തതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. എത്ര നാൾ കഴിക്കും? എത്ര നാൾ കഴിക്കും? നമുക്കൊരു ശാശ്വത പരിഹാരം ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമില്ല. ഒരു വിഷയത്തിനും ശാശ്വത പരിഹാരം തരാൻ മനുഷ്യന് പറ്റില്ല, ദൈവത്തിനെ പറ്റും. കുറച്ച് നാൾ മരുന്ന് കഴിക്കും, പിന്നെ മരുന്നിന് ഡിപ്പെൻഡൻ്റ് ആവും, പിന്നെ ആജീവനാണ് മരുന്ന് കഴിക്കേണ്ടി വരും. ആ വിഷയം മാറണ്ടേ നമുക്ക്? പാരമ്പര്യമായിട്ട് വന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു അത് നമുക്ക് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും നമ്മളെ മാനസിക അസ്വസ്ഥതകളിലേക്ക്, നിരാശകളിലേക്ക് തള്ളിയിടുന്ന വിഷയങ്ങളെ നമ്മൾക്ക് കർത്താവിൻ്റെ സ്നേഹത്തിലും വചനത്തിലും പൂർണ്ണമായിട്ടും വിശുദ്ധീകരിച്ച് തിരിച്ചു വരാൻ പറ്റും. ഹല്ലേലൂയ. ഈ വഴി അറിയണം, അതാണ് പ്രശ്നം. ഇതിലേക്ക് വരാതെ ചിലവർ എല്ലാ വഴികളും പോകും. മെഡിക്കേഷൻ പോകണ്ടല്ലോ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മരുന്ന് കഴിക്കേണ്ടി വരും. 1-2 ദിവസമൊക്കെ മരുന്നില്ല, 2 ആഴ്ച മരുന്ന് കഴിയുക. അത് കഴിഞ്ഞ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ അവസ്ഥയിലായി, ഇനി ഇതിൻ്റെ പരിഹാര മാർഗം എന്താണ്, ശാശ്വതമായ പരിഹാരം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ കൃത്യമായ വചനവും പരിശുദ്ധാത്മാവും നമുക്ക് ഉത്തരം തരും. എന്താണെന്നറിയാവോ? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, എന്തോ പ്രശ്നം വന്നപ്പോൾ പ്രത്യാശ എല്ലാം പോയി. പ്രത്യാശ പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാനൊന്നുമില്ലാതെയൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാത്ത നിരാശയിലേക്ക് പോകും. രോഗം വന്നു, ഡോക്ടർ പറഞ്ഞു ഇനി പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല കേട്ടോ, ഒന്നും പ്രത്യാശിക്കാനില്ല. ഈ കഴിഞ്ഞ ധ്യാനത്തിലുണ്ടായിരുന്നു, 6 മാസമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. കുറച്ച് വർഷമായി പക്ഷേ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിക്കണം, ആ സഹോദരിക്ക് ആ ഡോക്ടർ പറഞ്ഞ 6 മാസമേ പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പുള്ളിക്കാരത്തേക്ക് 4 മാസം കൊണ്ട് തീർന്നു പോകാനെ. പക്ഷെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഡോക്ടർ അങ്ങനെ പറയപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈശോയ്ക്കനോ ഞാൻ എൻ്റെ ദൈവം, അമ്മച്ചിയുടെ ഒക്കെ ധൈര്യം, അമ്മച്ചി നമ്മൾ ജീവിച്ചിരിക്കുക. ഡോക്ടർ അന്ന് 6 മാസം എൻ്റെ അടുത്ത് പറഞ്ഞത് അറിയാമോ അച്ഛന്? 6 മാസം പറഞ്ഞത് ഇപ്പോഴും നിൽക്കുക. അതാ മനസ്സിലേക്ക് കയറി, അത് ഭയമായി, നിരാശയായി. എനിക്ക് 6 മാസമുള്ളല്ലോ എന്ന് മനസ്സിലേക്ക് നിരന്തരം പറഞ്ഞ് പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ദൈവസ്നേഹം തരുന്നൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം സാന്നിധ്യമാണല്ലോ, അത് നമുക്ക് തരുന്നൊരു പ്രതീക്ഷയും പ്രത്യാശയുണ്ട്. അത് പോയി പിന്നെ നമുക്ക് എന്നാ പ്രതീക്ഷിക്കാനുള്ളത്? അവസാന ഹോപ്പും പോയി. പിന്നെ നമുക്കിവിടെ ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ്ലെസ് എന്നൊക്കെ പറയുന്നല്ലോ. പിന്നെ നമ്മളെവിടെയാണ്? നമ്മുടെ ഹോപ്പ്? അവസാന ഹോപ്പ് നഷ്ടപ്പെട്ടു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. സകല പ്രതീക്ഷകളും അതൊരു പാട്ടുണ്ടല്ലോ, എന്നാ സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ, കേട്ടിട്ടില്ലേ? സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവിന് നമ്മളെ സഹായിക്കാൻ പറ്റും. എന്നിട്ട് ആ വചനം എടുത്തേ. അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റോമ 5:5 എന്നായിരുന്നു? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഉറക്കെ പറഞ്ഞേ, നിരാശയുള്ളവരൊക്കെ പറഞ്ഞേ. നിങ്ങൾക്ക് ഇത്രയും പേർക്ക് നിരാശയാണോ? ഞാൻ പറഞ്ഞ നിരാശയുള്ളവരൊക്കെ പറയാനോ പറഞ്ഞത്. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം ഈ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. പിശാച് തലയ്ക്കത്ത നിരാശയുടെ കെട്ടഴിയട്ടെ. പറഞ്ഞേ. ഇനി അടുത്ത വചനം വായിക്കാൻ പോവാണ്. കാരണം എന്താണ്? കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ, നമുക്ക് മാമോദീസായിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവുണ്ട്.
ഈ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. അവൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുക. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹം, എനിക്ക് വേണ്ടി കാൽവരിയിൽ സ്വജീവൻ ബലിയായി നൽകിയ സ്നേഹം, ഈ സ്നേഹം എന്നെ പൊതിഞ്ഞു പിടിക്കുക. ആ സ്നേഹത്തിൽ അവൻ വാഗ്ദാനം ചെയ്ത നിത്യജീവനുണ്ടല്ലോ, നിത്യരക്ഷ എന്നുള്ള ആത്യന്തികമായ സുവിശേഷത്തിൻ്റെ സന്ദേശം ഉണ്ടല്ലോ, ഈ പ്രത്യാശ ഇപ്പൊ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക ഈ പരിശുദ്ധാത്മാവിലൂടെ. ഈ ലോക ജീവിതത്തെക്കുറിച്ചല്ല, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചുള്ള ആ ഒരു പ്രത്യാശയുണ്ടല്ലോ, ആ വാഗ്ദാനങ്ങളിലോ പ്രതീക്ഷ, ദൈവസ്നേഹം വാഗ്ദാനം ചെയ്ത പ്രതീക്ഷയുണ്ടല്ലോ, അതിപ്പോൾ നിറഞ്ഞു നിൽക്കുക. കാരണം എന്താ? പരിശുദ്ധാത്മാവിലൂടെ ഈ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സർവ്വത്തിൽ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് നിറയപ്പെട്ടാലേ ഈ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൽ അത് നിറയപ്പെടുമ്പോൾ സംഭവിക്കുന്നതിന് നമുക്ക് പ്രത്യാശ ഉണ്ടാകും. അവൻ്റെ വചനത്തിൽ നമ്മൾ പ്രത്യാശിക്കും. അവൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാകും. യേശു പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കും. സകലതും വിശ്വസിക്കും. ആ പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കില്ല. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് തരുന്ന ധൈര്യം. അല്ലെങ്കിൽ നമുക്ക് പണ്ടേ നമ്മളൊക്കെ എപ്പോഴേ തീർന്നു പോകണ്ടായിരുന്നു അല്ലേ? നമ്മൾ പഴയ വചനം ഏതായിരുന്നു അല്ലേ? സങ്കീർത്തകൻ പറഞ്ഞ പോലെ പണ്ടേ നമ്മളൊക്കെ മൂഖതയുടെ ദേശത്തെത്തുമായിരുന്നു. ഒരു വചനം ഞാനൊരു വചനോട് എടുക്കാം. സങ്കീർത്തനം 119 എടുത്തേ. തൊണ്ണൂറ്റിരണ്ടാമത്തെ വചനം വായിച്ചേ. ഇതിന് കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്നൊരു വചനമാണ്. അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ല എങ്കിൽ, അവിടുത്തെ വചനം പ്രമാണം, അവിടുത്തെ വാക്കുകൾ എനിക്ക് ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതം ഉണ്ടായപ്പോൾ തീർന്നേനെന്ന്. പക്ഷെ ഈ വചനം ആനന്ദമായതുകൊണ്ട്, ഈ വചനം എനിക്ക് ധൈര്യമായി, ഈ വചനം എനിക്ക് ബലം തരുന്നത് കൊണ്ട്, ഈ വചനം എനിക്ക് പ്രത്യാശ തരുന്നത് കൊണ്ട്, ഈ വാഗ്ദാനങ്ങൾ എന്നെ ബലപ്പെടുത്തുന്നത് കൊണ്ട്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാത്മാവിനെ സംബന്ധിച്ചിടത്തോളം, മരണമെന്ന ശത്രുവിന് പോലും അവനെ തകർക്കാൻ പറ്റില്ല. 1 കൊരിന്തോസ് 15:26 വചനം എന്നാ പറയുന്നത്? 1 കൊരിന്തോസ് 15:26. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടു. അപ്പം മരണമെന്ന അവസാന ശത്രുവിനെ പോലും അവൻ തകർത്തു ഈശോ കീഴടക്കി. തൻ്റെ മരണത്താൽ തകർത്ത് കളഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻസിൽ എഴുതുന്നൊരു കാര്യമുണ്ട്, ഈ മരണഭയത്തിൽ കഴിയുന്നവരെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ തൻ്റെ മരണത്താൽ അവൻ നമ്മെ സ്വന്തമാക്കിയെന്ന്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്ത് ഹെബ്രായർ 2:15 വചനം വായിച്ച പെട്ടെന്ന്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:15. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഭയം നമ്മുടെ മനസ്സിൽ കയറും എപ്പോഴെങ്കിലും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, എപ്പോഴെങ്കിലും ഈ ഭയം ഇപ്പം അതില്ലായിരിക്കും. കാരണം ഇപ്പോൾ വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ പോവുകയാണ്. പക്ഷെ ചിലപ്പോൾ ചിലർ അവസാന നാളുകളിലേക്ക് എത്തിക്കുമ്പോൾ മരണഭയം ഉണ്ടാകാം.
അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളിലൊരു മരണഭയം ജനിക്കാം. അങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു മരണഭയം ഉണ്ടാകാം. അപ്പം മരണഭയം നമുക്കെല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകും. മരിക്കുമെന്നുള്ള പേടി. പേടിക്കാതിരുന്നാൽ മരിക്കോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭയം വരും കേട്ടോ. ഈ ഭയം എപ്പോഴെങ്കിലും വരും. വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴെങ്കിലും ഈ പേടി ഉണ്ടാവും. എപ്പോഴെങ്കിലും ഈ ഭയം വരും. എന്താണ്? മരണഭയം വരും. ഒരു സംശയമില്ല. എനിക്ക് വരെ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥ. ഞാൻ അന്വേഷിച്ചിട്ട് ആ വെന്റിലേറ്റർ കയറിയില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നേ ഉള്ളത്. ഞാൻ വെന്റിലേറ്റർ കയറി കഴിഞ്ഞപ്പോൾ അന്ന് മറ്റേ കിറ്റൊക്കെ ഇട്ട് വേണമല്ലോ കയറണം. എല്ലാവരും കൊറോണയല്ലേ, കൊറോണ വാർഡല്ലേ. അപ്പം അതിനകത്ത് എനിക്കൊന്നു ഒരു 10-12 ബെഡുകളെങ്ങാണ്ടോ അതിനകത്തുള്ളത്. അപ്പം അന്വേഷിച്ചതിന് മാത്രം ഇച്ചിരി ബോധമുള്ളൂ. അപ്പോൾ ഞാനന്ന് കുർബാന കൊടുക്കാൻ വേണ്ടി കയറിയതാണ് പെർമിഷൻ എടുത്ത്. അന്വേഷിച്ചും പറഞ്ഞൊരു കാര്യമാണ്, വല്ലാത്തൊരു ഭയം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് അച്ഛൻ ഇച്ചിരി കൊറോണ മാറി ഉടനെ മുറിയിലേക്കൊക്കെ മാറ്റണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു ഭയം. കാരണം എന്താ പറയുക, അച്ഛൻ്റെ കൺമുമ്പിലൂടെ ഓരോ ദിവസവും ഈ കിടക്കുന്ന ഓരോരുത്തരും പൊതിഞ്ഞുകൊണ്ട് പോവുക. അച്ഛൻ്റെ കൺമുമ്പിൽ അച്ഛന് മാത്രം ഇച്ചിരി ഓർമ്മയുള്ളൂ. അപ്പോൾ കണ്ണൊക്കെ തുറന്ന് അച്ഛൻ കിടക്കുന്നത് ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓരോ ദിവസവും ആ കട്ടിലേക്ക് കിടന്ന് ഒരുത്തന്നെ പൊതിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് വേറെ ആളെ കിടത്തും. അപ്പുറത്തെ അവനെ പൊതിഞ്ഞുകൊണ്ട് താണ്ട് പോകുന്നു. ഇതിന് ആ മുറി കിടക്കുന്ന ഓരോരുത്തരെ 24 മണിക്കൂർ രാവോ പകലോ എന്നറിയാതെ, ദിവസത്തിൻ്റെ ഏത് മണിക്കൂറാണെന്നറിയാതെ വെന്റിലേറ്റർ കിടന്ന് അവിടുത്തെ ലൈറ്റ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം. ജീവിതത്തിൻ്റെ ഏത് മണിക്കൂറാണെന്ന് പോലും അറിയാൻ പറ്റില്ല. ഇനി എത്ര നാൾ ഞാൻ ഇവിടെ കിടക്കും, ഞാൻ ജീവനോടെ പുറത്ത് വരുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ, ഇവിടെ വന്നവരെല്ലാം താണ്ടെ പൊതിഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം നമുക്കൊന്നാമത് ഇതെല്ലാം കിട്ടിയിട്ട് 10 മിനിറ്റ് നിന്നിട്ട് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇതെല്ലാം ഇട്ടിട്ടല്ലേ നമ്മൾ കയറുന്നു. ഇവിടെ എല്ലാം വെച്ച് ഇത് വെച്ച് തലയിലിട്ട് കാലിലിട്ട് ആ പ്ലാസ്റ്റിക് പോലത്തെ സാധനം മുഴുവൻ വെച്ചിട്ടാണ് നമ്മളവർ കയറ്റി വിട്ടുന്നത്. അത്രയും നേരം നിന്നപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥ ഫീൽ ചെയ്യുക. അപ്പോൾ തൻ്റെ കൺമുമ്പിൽ ഏതാനും ദിവസങ്ങൾ കൺമുമ്പിൽ ഇങ്ങനെ ഈ ഓരോരുത്തർ മരിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഉണ്ടാകുന്നൊരു, അപ്പോൾ അത് അച്ഛനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നിട്ടാണെങ്കിൽ ആ ദിവസങ്ങളിൽ എനിക്ക് വല്ലാത്തൊരു ഒരു ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കുക. എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഭയം ഞാനീ പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചും കർത്താവിനോടുള്ള ബന്ധത്തിലും വചനത്തിലൊക്കെ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരും. പക്ഷേ ആ സമയത്ത് നമുക്ക് അങ്ങനെ അന്വേഷിച്ചതിനെ കുറിച്ച് മനസ്സിൽ കിടക്കുമ്പോൾ വെല്ലുവിളി കിടക്കുന്നു. അച്ഛൻ ആ ഭയത്തിന് ഒരു ഭയം ഉണ്ടല്ലോ. അച്ഛൻ പങ്കുവെച്ചാൽ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും അച്ഛൻ്റെ മുഖത്ത് നിന്നത്. കാരണം അച്ഛൻ പറയുന്നത് ഓരോരുത്തർ പൊതിഞ്ഞു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം ഇങ്ങനെ കൊണ്ടുപോവുക. വരുന്നവരെ അച്ഛൻ വന്നിട്ട് തന്നെ കുറേ എണ്ണങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ ഓരോ നിമിഷവും അടുത്താര് ഞാൻ തൊട്ടപ്പുറത്ത് കിടന്നൊരു സഹോദരിക്ക് വേണ്ടി സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന 3-4 പേർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ കയറിയതല്ലേ എന്ന് കരുതി ആ സഹോദരിയൊക്കെ പിറ്റേ ദിവസം പാക്ക് ചെയ്ത് പോയി, എടുത്തുകൊണ്ട് പോയി. എല്ലാം ഒരു കുഴപ്പമില്ലാതിരുന്നാന്ന് പറഞ്ഞു. പെട്ടെന്ന് വന്ന് അങ്ങനെ കൂടി ഉണ്ടോ. ഇത് നമ്മളങ്ങോട്ട് അതേക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഭയമായിട്ട് നമുക്ക് മാറാം. അപ്പം അതിലൂടെ ആ ഭയം ജനിപ്പിക്കുക എന്നുള്ള ശത്രുവിൻ്റെ ഒരു കെണിയുണ്ട്. അത് നമ്മൾ അറിയണം. നമ്മൾ ഭയം ജനിപ്പിക്കുക എന്നുള്ള മരണഭയം, പ്രത്യേകിച്ച് അവസാനകാലം നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭയമാണ് ആ മരണഭയം ജനിപ്പിക്കും. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, തൻ്റെ മരണത്താൽ അവൻ മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്തിൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മരണഭയം നമ്മുടെ തലകത്തേക്ക് വരും. പിശാച് തരും. കാരണം ഞാൻ 2-3 ദിവസം കടന്നു പോയത് അനുഭവം. പ്രാർത്ഥനയിലാണ് പിന്നെ ഞാനതിൽ നിന്ന് പുറത്തു വന്നത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥയാവും, നമുക്ക് വല്ലാത്തൊരു ഭയം. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതാണ് അന്വേഷിച്ചാൽ മരിക്കുമെന്നല്ല, നമ്മളതിന് മുമ്പ് മരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് വെന്റിലേറ്റർ കിടക്കുന്നേക്കാളും മുമ്പ് നമ്മൾ പയർ പോലെ നടക്കുന്ന നമ്മൾ മരിക്കുന്ന പിന്നെ നമ്മുടെ അടുത്ത് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരും. ചിലപ്പോൾ ഈ രോഗം വരുമോ, ഞാൻ മരിക്കോ, അപകടം ഉണ്ടാവോ, എന്തെല്ലാം പല കാരണങ്ങളാണ് ചിന്തിച്ച് രോഗം വരുമോ എന്നൊക്കെ ആലോചിച്ചൊക്കെ ആൾക്കാർക്ക് ഈ മരണഭയം വരാൻ പറ്റും. അപ്പം ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഈ പിശാച് തൻ്റെ മരണത്താൽ അധികാരമുള്ള പിശാചിനെ അവൻ തൻ്റെ മരണത്താൽ നശിപ്പിച്ചു. എന്താണെന്നറിയാം? മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ ആ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ കൂടി.
ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ചില ആത്മീയ അറിവുകൾ നമുക്കുണ്ടാകണം. എല്ലാം ഓക്കെ എന്നൊക്കെ വിചാരിച്ച് പോകും. പക്ഷേ ഒരു ആത്മീയ ബലമില്ല എങ്കിൽ, ദൈവസ്നേഹം തരുന്ന പ്രത്യാശയില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷയില്ല എങ്കിൽ, മരണത്തിൻ്റെ നെടുൽവിയുടെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ആത്മാവ് വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങും. ഒരു സംശയമില്ല കേട്ടോ. ഹല്ലേലൂയ. അതിന് മനസ്സിൻ്റെ ബലം, പല കാര്യങ്ങളും കേട്ടും പിടിച്ചൊക്കെ ഉള്ള മനസ്സിൻ്റെ ബലമൊക്കെ അവിടെ തീരും. അപ്പോൾ കാരണം എന്താ? തൻ്റെ ജീവിതത്തിൽ നിത്യമായൊരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ പോവുക. ഇന്ന് വരെ കേട്ട ഒരു വിഷയം, തള്ളിക്കളഞ്ഞൊരു വിഷയം, ഇതാ ഇപ്പം അഭിമുഖീകരിക്കാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിരീശ്വരവാദികളായിട്ട് നമുക്ക് മരിക്കാം, മരണഭയത്തിലും പ്രത്യാശയോടെ ദൈവസ്നേഹത്തിലും നമുക്ക് മരിക്കാം. അനേകം രക്തസാക്ഷികൾ, വിശുദ്ധർ സഭയിൽ മരണപ്പെട്ടതുപോലെ. അതുകൊണ്ടാണല്ലോ അവരുടെ മരണമൊക്കെ നമ്മൾ ആഘോഷിക്കുക. അവരുടെ ജനന ദിവസമൊന്നും അല്ല നമ്മൾ ആഘോഷിക്കുന്നത്, അവരുടെ മരണ ദിവസവും നമ്മൾ ആഘോഷിക്കുന്നു. ഈശോയുടെയും ഏതാനും നമ്മൾ പറയുന്നത് 1-2 പേരുടെയൊക്കെ ജന്മദിവസം മാത്രമേ സഭയിൽ പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരുടെയും തന്നെ മരണദിനമാണ് പ്രത്യേകം ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിൻ്റെ ഈ വഞ്ചനകളെ നമ്മൾ തിരിച്ചറിയണം. അവൻ്റെ വഞ്ചനകളാണ് പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയുന്ന, തകർത്ത് കളയുന്ന, അകാരണമായ ഭയങ്ങൾ നമ്മൾ ജനിപ്പിക്കുന്ന തിന്മ നമുക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ബുദ്ധിയെ അടിയറ വയ്ക്കരുത്, ചിന്തയെ അടിയറ വയ്ക്കരുത്, വൈകാരികതയെ നമ്മൾ അടിയറ വയ്ക്കരുത്. നമ്മൾ നിരാശയിലേക്ക് പോകും, ആകുലതകളിലേക്ക് പോകും, ഭയത്തിലേക്ക് പോകും, പ്രത്യാശ നഷ്ടപ്പെടും. പിന്നെ ദൈവീകമല്ലാത്ത വഴികളിലൂടെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അത് കൂടുതൽ അപകടകരമായ ആത്മീയ അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിക്കും.